ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തി എഴുതുക. പ്രസ്താവനകൾ 4 പ്രസ്താവനകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങളെ ദീന അന്തരീക്ഷ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ആ പ്രസ്താവന ശരിയായിട്ടുള്ളതാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷമർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെ ദീനാന്തരീക്ഷ സ്ഥിതി എന്ന് വിളിക്കുന്നു. ആ പ്രസ്താവനയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ എയും ബിയും ശരിയാണ്. ഇനി മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്, ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന ദീനാവസ്ഥയെ കാലാവസ്ഥ എന്ന് വിളിക്കുന്നു. ആ പ്രസ്താവന തെറ്റായിട്ടുള്ളതാണ്. നാലാമത്തെ പ്രസ്താവന, ഏകദേശം 35 മുതൽ 40 വർഷക്കാലത്തെ ഒരു വിശാല ഭൂപ്രദേശത്ത് അനുഭവപ്പെടുന്ന ദീനാവസ്ഥ സാഹചര്യങ്ങളെ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണയിക്കുന്നത്. ആ പ്രസ്താവന ശരിയാണ്. അപ്പം 3 പ്രസ്താവനകൾ ശരിയാണ്. എയും ബിയും ഡിയും ശരിയാണ്. സി ആയിട്ടുള്ള ഓപ്ഷൻ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സൗരവികിരണവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നില്ല. ആ പ്രസ്താവന ശരിയല്ല. ഇവിടെ നമുക്ക് ശരിയായതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയല്ല. ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്നത്, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തിന്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നു. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്, അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്ന സൗരവികിരണം ദീർഘതരംഗങ്ങളായതിനാൽ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു. ആ പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നാലാമത്തെ പ്രസ്താവന, സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നു. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തിന്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നു. നാലാമത്തെ പ്രസ്താവന, സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നു. അപ്പൊ ഈ 2 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാൻ ആവാത്തതുമായ കാറ്റ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാൻ ആവാത്തതുമായ കാറ്റ്. അസ്ഥിരവാദമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ ചക്രവാതം അല്ലാത്തത് ഏത്? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ചിനൂക്കാണ്. ചക്രവാതം അല്ലാത്തത് ഏതെന്നുള്ളതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ചിനൂക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉഷ്ണകാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വീശുന്ന കാറ്റുകൾ ഏതാണ്? ഉഷ്ണകാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വീശുന്ന കാറ്റുകൾ ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഉഷ്ണകാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വീശുന്ന കാറ്റാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അടുത്ത ക്വസ്റ്റ്യൻ, നിർവാത മേഖല കാണപ്പെടുന്നത് ഏത് മർദ്ദമേഖലയിലാണ്? നിർവാത മേഖല കാണപ്പെടുന്നത് ഏത് മർദ്ദമേഖലയിലാണ്? നിർവാത മേഖല കാണപ്പെടുന്നത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലാണ്. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലാണ് നിർവാത മേഖല കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മർദ്ദമേഖലകളും അവയോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥിരവാദങ്ങളുമാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. എ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യമേഖല ന്യൂനമർദ്ദ മേഖലയിലേക്ക്. അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്
വാണിജ്യവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യമേഖല ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് വാണിജ്യവാദങ്ങൾ. അടുത്തതായിട്ട് വരുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്വീപീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് പശ്ചിമവാദങ്ങൾ. മൂന്നാമതായി കൊടുത്തിരിക്കുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ധ്രുവീയ വാദങ്ങൾ. അപ്പം 3 നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്തു. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നും കൂടെ ഓർത്തിരിക്കുക, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വരുന്നത് വാണിജ്യവാദങ്ങളും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വരുന്നത് പശ്ചിമവാദങ്ങളും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വരുന്നത് ധ്രുവീയ വാദങ്ങളുമാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഘനീകരണ രൂപങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് ആലിപ്പഴ വീഴ്ച, തുഷാരം, ഹിമം, മഞ്ഞുവീഴ്ച. ഘനീകരണ രൂപങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. ആൻസർ ആയിട്ട് വരുന്നത് തുഷാരവും ഹിമവും ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റ്. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റ്. സ്ഥിരവാദങ്ങളാണ് വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നമുക്ക് തെറ്റായ ജോഡി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് നമുക്കൊരു 4 പോയിന്റ് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഓർത്തിരിക്കണം. ആദ്യത്തേതാണ് താപചാലനം. താപചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു. ഒന്നും കൂടി ഓർത്തിരിക്കുക, ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു. അതാണ് താപചാലനം. അടുത്തത് സംവഹനമാണ്. സംവഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. സംവഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് അഭിവഹനമാണ്. അഭിവഹനം എന്ന് ഉദ്ദേശിക്കുന്നത് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതാണ് അഭിവഹനം. അടുത്തത് വികിരണമാണ്. ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങൾ ആയി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളപ്പെടുന്നു. വികിരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു. ഇങ്ങനെ 4 പോയിന്റ് നമ്മളിപ്പോൾ നോക്കി. ഇനി നമുക്ക് ഈസി ആയിട്ട് തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്താൻ കഴിയും. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തെറ്റായ ജോഡി കണ്ടെത്തുക. ആദ്യത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്നത് താപചാലനമാണ്. അപ്പൊ നമ്മൾ താപചാലനം എന്താണെന്ന് നമ്മൾ ഇവിടെ നേരത്തെ കണ്ടിരുന്നു. എന്താണ് താപചാലനം? ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നതാണ് താപചാലനം. അത് തന്നെയാണോ ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. അത് താപചാലനമല്ലായിരുന്നു. അത് എന്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു? അങ്ങനെ മുകളിലേക്ക് കൂടുതൽ താപം വ്യാപിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞത് ഏത് സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സംവഹനവുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷവായു ചൂടുപിടിച്ച്
വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നത് സംവഹനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് അഭിവഹനമാണ്. അഭിവഹനം എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അഭിവഹനം എന്തായിരുന്നു? അഭിവഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതാണ് അഭിവഹനം. അപ്പോൾ ഇവിടെ അതല്ല കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അഭിവഹനം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പടരുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ചൂടായ ഭൗമോപരിതലത്തിൽ ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു എന്നുള്ളത് നമ്മൾ എന്താണ് താപചാലനത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് തൊട്ട് മുമ്പ് കൊടുത്തിരിക്കുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ഇവിടെ റോങ് ആണ്. അപ്പോൾ 1ഉം 2ഉം തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നത് സംവഹനവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ചൂടായ ഉപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നത് താപചാലനമാണ്. അപ്പൊ ഇനി മൂന്നാമത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റായിരിക്കും. നമ്മൾ സംവഹനം തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. സംവഹനം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരുന്നത് എന്താണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. അതെന്തായാലും റോങ് ആണ്. അത് ഏതായിട്ടാണ് വരുന്നത്? അഭിവഹനമാണ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നത് അഭിവഹനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലെ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നത് അഭിവഹനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വികിരണമാണ്. ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ വികിരണത്തിന്റെ മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളൂ. ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു. അപ്പൊ വികിരണം മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉള്ളൂ. ബാക്കിയെല്ലാം തെറ്റായ കണ്ടെത്തലുകളാണ്. തെറ്റായതാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനുള്ളതാണ്. അതിനകത്ത് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് അന്തരീക്ഷ താപമാണ്. അന്തരീക്ഷ താപം ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റെ നേരെ കൊടുത്തിരിക്കുന്നത് തെർമോമീറ്റർ, മാക്സിമം മിനിമം തെർമോമീറ്റർ. അന്തരീക്ഷ താപത്തിന് തെർമോമീറ്റർ, മാക്സിമം മിനിമം തെർമോമീറ്റർ. അത് ശരിയായിട്ടുള്ള ജോഡിയാണ്. അടുത്തത് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദത്തിന് നേരെ കൊടുത്തിരിക്കുന്ന അനിമോമീറ്റർ, അനിറോയിഡ് ബാരോമീറ്റർ. അത് ശരിയായ ജോഡിയല്ല. അടുത്തത് അന്തരീക്ഷത്തിന്റെ ആർദ്രത. അത് ശരിയായിട്ടുള്ളതാണ്. ഹൈഗ്രോമീറ്റർ, വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ്. അപ്പൊ എയും സിയുമാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് റോങ് ആണ്. കാറ്റിന്റെ വേഗത ദിശ, ബാരോമീറ്റർ, വിൻഡ് വെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് എയും സിയും മാത്രമേ ഉള്ളൂ. അന്തരീക്ഷ താപം തെർമോമീറ്റർ, മാക്സിമം മിനിമം തെർമോമീറ്ററും, അതുപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ ആർദ്രത ഹൈഗ്രോമീറ്റർ, വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. ആദ്യമായിട്ടുള്ള കൊടുത്തിരിക്കുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാതം. ആ പ്രസ്താവന ശരിയാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാതം. അടുത്തത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിൽ നിന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാതം. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമതായി കൊടുത്തിരിക്കുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ വാതങ്ങൾ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ തന്നെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ വാണിജ്യവാദവും ധ്രുവീയ വാദങ്ങളും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന്
മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് വാണിജ്യവാദം. അതുപോലെ ധ്രുവീയ വാദങ്ങൾ എന്ന് പറയുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റാണ് ധ്രുവീയ വാദങ്ങൾ. അപ്പൊ പ്രസ്താവന എയും സിയും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. താഴെ നൽകിയിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ്. ആൻസർ ആയിട്ട് വരുന്നത് കടൽക്കാറ്റാണ്. അപ്പോൾ ഒന്നാമത്തേന് മാച്ച് ചെയ്ത് വരുന്നത് സി ആണ്. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് കടൽക്കാറ്റ്. അടുത്തതായിട്ട് വരുന്നത് പകൽ താഴ്വരകളിൽ നിന്ന് പർവ്വത മുകളിലേക്ക് വീശുന്ന കാറ്റ്. പകല് താഴ്വരകളിൽ നിന്ന് പർവ്വത മുകളിലേക്ക് വീശുന്ന കാറ്റ്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് താഴ്വാരക്കാറ്റാണ്. എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് രാത്രികാലങ്ങളിൽ പർവ്വതച്ചെരുവിലെ വായു താഴ്ന്നിറങ്ങുന്ന കാറ്റ്. രാത്രികാലങ്ങളിൽ പർവ്വതച്ചെരുവിലെ വായു താഴ്ന്നിറങ്ങുന്ന കാറ്റ്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പർവ്വതക്കാറ്റാണ്. രാത്രികാലങ്ങളിലെ പർവ്വതച്ചെരുവിലെ വായു താഴ്ന്നിറങ്ങുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ്. അടുത്തത് നാലാമതായിട്ട് വരുന്നത് രാത്രികാലങ്ങളിൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റ്. രാത്രികാലങ്ങളിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ മൺസൂൺ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയായവ ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് ഇത്. രണ്ടാമത്തെ പ്രസ്താവന ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും. മൂന്നാമത്തെ പ്രസ്താവന പാമ്പസ് പുൽമേടുകൾ കാണപ്പെടുന്നു. നാലാമത്തേത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഇതില് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവുമാണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളുമുണ്ട്. അതാണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബുഷ്മാൻ ജനവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇവിടെയും നമുക്ക് 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. തെക്കേ അമേരിക്കയിലെ അറ്റക്കാമ മരുഭൂമി. രണ്ടാമത്തേത് ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമി. മൂന്നാമത്തെ പ്രസ്താവന ഏഷ്യയിലെ താർ മരുഭൂമി. നാലാമത്തേത് ഉഷ്ണ മരുഭൂമിയിലെ തദ്ദേശീയ ഗോത്ര ജലസമൂഹം. ഇതിലെ രണ്ടാമത്തെയും നാലാമത്തെയും ആണ് ശരിയായിട്ടുള്ളത്. അതായത് ബുഷ്മാൻ ജനവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയും അതുപോലെ തന്നെ ഉഷ്ണ മരുഭൂമിയിലെ തദ്ദേശീയ ഗോത്ര ജലസമൂഹവും ബുഷ്മാൻ ജനവിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ ശരിയായിട്ടുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ നൽകിയവയിൽ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപനിലയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപനിലയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും. എയും ഡിയുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.